വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സയൻസിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളാണ്. അപ്പോൾ ഇതിലെ കോശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളിൽ ഫസ്റ്റ് തന്നെ മൈക്രോസ്കോപ്പിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ, പിള്ളേർക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം. നോക്കിയ ഒരു മൈക്രോസ്കോപ്പിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടായിരിക്കും? ഐ പീസ്, സ്റ്റേജ് ക്ലിപ്പ്, നോബുകൾ, കണ്ടൻസർ, ഒബ്ജക്റ്റീവ് ലെൻസ്, മിറർ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു മൈക്രോസ്കോപ്പ് നൽകിയിട്ടുണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതിൽ ഐ പീസ് ഉണ്ട്, സ്റ്റേജ് ക്ലിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നോബുകൾ, കണ്ടൻസർ, ഒബ്ജക്റ്റീവ് ലെൻസ്, മിറർ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. അറിയാലോ അല്ലേ, കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒന്നിൽ കൂടുതലായിരിക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഈ മൈക്രോസ്കോപ്പുകൾ എങ്ങനെയാണ് പ്രകാശം ക്രമീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. മൈക്രോസ്കോപ്പിൽ എന്താണ് സ്റ്റേജ് ഉണ്ട് അല്ലേ. ഈ സ്റ്റേജിന് താഴെയായിട്ട് എന്തുണ്ടായിരിക്കും? നമുക്ക് ഈ സ്റ്റേജിന് താഴെയായിട്ട് ഒരു പ്രകാശമാക്കുന്നതിനായിട്ടൊരു സംഭവമുണ്ട് അല്ലേ. എന്താണ് പറയുന്നത്? മൈക്രോസ്കോപ്പിൽ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. അതായത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനായിട്ട് ഒരു സമതല ദർപ്പണമുണ്ട്, അതുപോലെ തന്നെ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനായിട്ട് കോൺകേവ് ദർപ്പണമുണ്ട്. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനായിട്ട് എന്തുണ്ട്? സമതല ദർപ്പണമുണ്ട്, അതുപോലെ തന്നെ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനായിട്ട് കോൺകേവ് ദർപ്പണമുണ്ട്. അതായത് 2 ദർപ്പണങ്ങളാണ് ഉള്ളത്. അതായത് സൂര്യപ്രകാശം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ദർപ്പണമുണ്ട്. സമതല ദർപ്പണമുണ്ട്, കോൺകേവ് ദർപ്പണമുണ്ട്. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കണം. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രമാണ് പ്രകാശ തീവ്രത ക്രമീകരിക്കുവാനായിട്ട് സഹായിക്കുന്ന ഏതാണ്? കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രമാണ് പ്രകാശ തീവ്രത ക്രമീകരിക്കുവാനായിട്ട് സഹായിക്കുന്നത്. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനാണ് അല്ലേ. ലെൻസ് എന്ന് പറയുന്നത് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നതിനായിട്ടും, അതുപോലെ തന്നെ ഡയഫ്രം എന്ന് പറയുന്നത് പ്രകാശ തീവ്രത ക്രമീകരിക്കുവാനാണ് സഹായിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് 10x 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐ പീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തൽ കാണാം. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഐ പീസ് ഉണ്ടായിരിക്കും അല്ലേ. എന്നീ സംഖ്യകളുടെ ഗുണനഫലത്തെയാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കി ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ എടുത്തിട്ട് എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആദ്യം തന്നെ വെള്ളത്തിൽ കഴുകി, പിന്നെ ബ്ലേഡ് കൊണ്ടൊന്ന് ഇതാക്കി, അതുപോലെ തന്നെ ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് അത് ഒന്ന് തട്ടിക്കളഞ്ഞില്ലേ. അതിനുശേഷം എന്താണ് ലൈനിങ് എന്ന് വെച്ചാൽ അതിൽ മുക്കാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ലെൻസിൽ വെക്കുകയാണ്. ലെൻസിൽ വെച്ചതിന് ശേഷം ഏതെങ്കിലും കാണുന്നതിനായിട്ടൊരു നമ്മൾ ഏതൊരു തുള്ളി ഉപയോഗിക്കില്ലേ. അങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10x 45 ലെൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം അത് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. മൈക്രോസ്കോപ്പിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു ഭാഗമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. ഇനിയാണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. കോശത്തെ കണ്ടെത്തുന്നു. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിക്കുന്നത്. കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു അല്ലേ. മൈക്രോസ്കോപ്പിലൂടെ ഒരു സംഭവം നിരീക്ഷിച്ചപ്പോൾ അതിൽ ചെറിയ അറകൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടെത്തി. അതിനെയാണ് അദ്ദേഹം സെൽ എന്ന പേര് ഇട്ടത്. അപ്പോൾ എന്താ പറയുന്നത്? മൈക്രോസ്കോപ്പിനെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇന്ന്
സത്വരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് ഈ കോശപഠനം എന്ന് പറയുന്നത്. ഇത് കോശവിജ്ഞാനീയം എന്നറിയപ്പെടുന്നു. കോശപഠനമെന്നും കോശവിജ്ഞാനീയം എന്നൊക്കെ ഈ കോശത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത്. കോശവിജ്ഞാനീയത്തിൻ്റെ അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിലാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ കണ്ടെത്തലുകൾ നടക്കുന്നത് അല്ലേ. ഇനി ശാസ്ത്രം അതിജീവനത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാസ്ത്രം അതിജീവനത്തിന് മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജി നൽകിയിട്ടുണ്ട്. അദ്ദേഹം സേവാഗ്രാം ആശ്രമത്തിൽ വെച്ചിട്ട് 1940-ലാണ് നോക്കുന്നത്. സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും നമ്മെ പ്രാപ്തരാക്കിയത് മൈക്രോസ്കോപ്പുകളുടെ കണ്ടെത്തലാണ്. ചികിത്സാ രംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കി. ഒരു കാലത്ത് ലോകത്ത് ഭീതിയിലാഴ്ത്തിയ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ നമുക്ക് കഴിഞ്ഞത് കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന ഇത്തരം ഉപകരണങ്ങളുടെ സഹായം കൂടിയാണല്ലേ. നമുക്ക് ബാക്ടീരിയ വൈറസൊക്കെ എന്താ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളെയൊക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയ വൈറസിനൊക്കെ കാണാനായിട്ട് പറ്റുന്നത് എന്താണ്? മൈക്രോസ്കോപ്പ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനനുസരിച്ച് റെമഡീസ് എടുക്കാനായിട്ട് പറ്റും അല്ലേ. അതാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടോ കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗം ഒന്ന് പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല, ഞാൻ വായിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എന്താണ്? റോബർട്ട് ബ്രൗണിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. റോബർട്ട് ബ്രൗൺ ആരാണ്? കോശകേന്ദ്രം കണ്ടെത്തിയത് ആണ് കേട്ടോ. റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. കാണുന്നുണ്ടോ? കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. റോബർട്ട് ബ്രൗൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? കോശത്തിൻ്റെ ന്യൂക്ലിയസ് കേട്ടോ. കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ കോശകേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? കോശകേന്ദ്രമാണല്ലേ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടെത്തിയതാണ് ആര്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് കണ്ടെത്തിയത്. 1831-ലാണ് കണ്ടെത്തിയത്. ഓക്കെ. ഇനി എം ജി ശ്ലീഡൻ ആരാണ്? എം ജി ശ്ലീഡൻ സസ്യശരീരം കണ്ടെത്തിയിട്ടോ. സസ്യശരീരം കണ്ടെത്തിയത് ആരാണ്? എം ജി ശ്ലീഡൻ ആണ് സസ്യശരീരം കണ്ടെത്തിയത്. സസ്യശരീരം കേട്ടോ. അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ചിലപ്പോൾ കാണാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ. അത്രയും എനിക്ക് പോലും കാണുന്നില്ല ഇത് കറക്റ്റായിട്ട്. ഓക്കെ. സസ്യശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത് എം ജി ശ്ലീഡൻ ആണ് 1838. ഓക്കെ. ഇനി 1839 ആരാണ്? 1839 തിയോഡർ ഷ്വാന എന്താണ് കണ്ടെത്തിയത്? സസ്യശരീരം ജന്തുശരീരം കേട്ടോ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാനാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. ജന്തുശരീരം. ഓക്കെ. ഇനി 1858 ആരാണ്? റുഡോൾഫ് വിർഷോ പറഞ്ഞത് എന്നിട്ടായിരുന്നു വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോയാണ്. അതായത് പഴയതിൽ നിന്നുമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചതാണ് റുഡോൾഫ് വിർഷോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1831 റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്, കോശത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കുന്നത്. 1837 എം ജി ശ്ലീഡൻ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. തിയോഡർ ഷ്വാൻ 1839 ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1858 റുഡോൾഫ് വിർഷോയാണ് പഴയ കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയത്. ഇനി എന്താണ് കോശസിദ്ധാന്തം എന്ന് പറയുന്നത്? കോശസിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ്? വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് എം ജി ശ്ലീഡനും തിയോഡർ ഷ്വാനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എം ജി ശ്ലീഡൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? സസ്യശരീരമായിരുന്നു അല്ലേ. എം ജി ശ്ലീഡൻ പറഞ്ഞവിടെ എന്തായിരുന്നു? സസ്യശരീരമായിരുന്നു എം ജി ശ്ലീഡൻ പറഞ്ഞത്. അതുപോലെ തന്നെ ജന്തുശരീരമാണ് തിയോഡർ ഷ്വാനും പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ കൊണ്ട് നടത്തിയ ഒരു കോശസിദ്ധാന്തമാണ് കോശസിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 ആശയങ്ങളാണുള്ളത്. എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. അതായത് ഒരാൾ സസ്യശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, ഒരാൾ ജന്തുശരീരം കോശം നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ ഇവർ തമ്മിലുള്ള സിദ്ധാന്തം എന്തായിരിക്കും? എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെയാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോശ സിദ്ധാന്തം കണ്ടെത്തിയത് ആരൊക്കെയാണ്? എം ജി ശ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് കോശസിദ്ധാന്തം കണ്ടെത്തുന്നത്. എം ജി ശ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുന്നതാണ് കോശസിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി അവരുടെ ആശയം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അത്രയൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇനി എന്താണ് കോശത്തിലെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു,
ജീവതന്മാത്രകൾ നിർമ്മിക്കുന്നു. കോശത്തിലെ ജീവധർമ്മങ്ങളാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഓക്കെ, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു. ജീവതന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പോൾ 3 അല്ലേ നമ്മൾ കോശധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോഷകങ്ങളിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? ജീവതന്മാത്രകൾ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് കോശത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായിട്ട് കോശത്തിനുള്ളിൽ പ്രത്യേകം ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സസ്യകോശം നൽകിയിട്ടുണ്ടോ? സസ്യകോശത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ പറഞ്ഞു കോശത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിനെയാണെന്ന് പറയുന്നത് മർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, മർമ്മം എന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്താണ്? കോശസ്തരം അല്ലേ, പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. റൈബോസം നൽകിയിട്ടുണ്ടല്ലോ. റൈബോസം എന്ന് പറയുന്നത് ചെറിയ പയറുപണിയുടെ പോലെ അല്ലേ, ഇതിനെയാണ് റൈബോസം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നൽകിയിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി കോശദ്രവ്യം എന്ന് വെച്ചാൽ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവ്യമാണല്ലേ കോശദ്രവ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരിതകണം എന്ന് വെച്ചാൽ എന്താണ്? പച്ച നിറത്തിൽ കാണപ്പെടുന്നതാണല്ലേ ഹരിതകണം എന്ന് പറയുന്നത്, പച്ച നിറത്തിൽ കാണപ്പെടുന്നതാണ്. ഇനി ഗോൾഗി കോംപ്ലക്സ് നൽകിയിട്ടുണ്ടല്ലേ, ഇതാണ് ഗോൾഗി കോംപ്ലക്സ്. അതുപോലെ തന്നെ ഫാൻ നൽകിയിട്ടുണ്ട്, മൈറ്റോകോൺട്രിയ നൽകിയിട്ടുണ്ട്, കോശഭിത്തി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ആ പിക്ചർ ഒന്ന് ആലോചിച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. എന്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്? എന്താണ്? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജീവദ്രവ്യം എന്ന് പറയും. ജീവ എന്നല്ലേ പറയുന്നത്, അതായത് എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവദ്രവ്യം അല്ലെങ്കിൽ എന്ത് പറയാം? പ്രോട്ടോപ്ലാസം എന്ന് പറയാം. എന്നാൽ ജീവദ്രവ്യത്തിൽ നിന്നും മർമ്മമൊഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ജീവദ്രവ്യം എന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ കോശത്തിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാ ഭാഗങ്ങളും ചേർത്ത് പറയുകയാണെങ്കിൽ എന്ന് പറയാം? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയാം. അതല്ല, ഈ മർമ്മം എന്നുള്ളത് മാത്രം നമ്മൾ ഈ ഭാഗം അങ്ങോട്ട് ഒഴിച്ചിടാണെന്ന്, അതല്ലാണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കോശദ്രവ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികളുടെ ഭാഗത്തെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ കോശദ്രവ്യത്തിൽ ഉണ്ടായിരിക്കും. കോശദ്രവ്യത്തിൽ അതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുന്നുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അറിയാലോ, ഇതാണ് നമ്മൾ പറഞ്ഞത്, കുറച്ച് റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കോശാംഗങ്ങളാണ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓരോ ഭാഗവും പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം, എന്തായാലും ചോദിക്കും. മൈറ്റോകോൺട്രിയോൺ നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ നോക്കി മൈറ്റോകോൺട്രിയോൺ നമ്മുടെ ഈ പിക്ചറിൽ നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ് മൈറ്റോകോൺട്രിയോൺ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്? നോക്കി എവിടെയാണ് മൈറ്റോകോൺട്രിയോൺ നൽകിയിട്ടുണ്ടായിരുന്നത്? നോക്കിയേ, ഇവിടെ അല്ലേ ഈ ഒരു സംഭവം അല്ലേ മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ എടുത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ കോശത്തിലെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. കോശത്തിലെ ഊർജ്ജ നിലയം അതുപോലെ തന്നെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? ഊർജ്ജമാണ്. മൈറ്റോകോൺട്രിയ ഊർജ്ജം. ഓക്കെ, അപ്പോൾ കോശത്തിലെ ഊർജ്ജ നിലയമെന്നും ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി ഊർജ്ജ ആവശ്യം കൂടുതൽ ഏതിനൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം കൂടുതലായിട്ട് വേണ്ടി വരുന്നത്? കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയ്ക്കാണ് കൂടുതലായിട്ട് കാണേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഊർജ്ജമാണ് അല്ലേ. ഊർജ്ജം എന്നുള്ളത് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ കിട്ടി. നെക്സ്റ്റ് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ എന്താണ്? കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്ടോ, സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ടല്ലോ, ആ ഒരു പാതേനെയാണെന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഈ സഞ്ചാരപാത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, എല്ലാ അവയവങ്ങൾക്കും എല്ലാ അംഗങ്ങൾക്കും കോശത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും എന്ത് ചെയ്യണം? കോശത്തിനുള്ളിൽ എല്ലാത്തിനും എന്ത് ചെയ്യാണ്? പദാർത്ഥ സംവഹനം നടത്തുന്നത് ഇതുവഴിയായിരിക്കും കേട്ടോ. ഈ സഞ്ചാരപാത വഴിയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത്, ഇതിലൂടെയാണ്. അതുപോലെ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ ഇതിനെ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്ന ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. എന്താണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നതിന് കാരണം പറഞ്ഞത്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണെന്ന് ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. കാരണം എന്താണ്?
എന്താണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയാണ്. ഇനി എന്താണ് റൈബോസോം എന്ന് വെച്ചാൽ? റൈബോസോം എന്ന് വെച്ചാൽ എന്താണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടൊക്കെയാണ് റൈബോസോം കാണപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കാണപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാണപ്പെടും? ഒന്നില്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് കാണപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഈ കോശദ്രവ്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്വതന്ത്രമായിട്ട് കാണപ്പെടും. അതാണ് റൈബോസോം എന്ന് പറയുന്നത്. മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. ഇനി ഫാനം എന്ന് വെച്ചാൽ എന്താണ്? ഫാനം വാക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഫാനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ടോണോപ്ലാസ്റ്റ് ഫാനം എന്ന് പറയുന്നത് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സ്ഥലത്തിലാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫാനമാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന എന്താണ്? ഫാനമാണ്. ഓക്കെ. ഇനി എന്താണ് ഗോൾഗി കോംപ്ലക്സ്? ഗോൾഗി കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രാവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കി മാറ്റുന്നു. വെസിക്കിൾസ് കേട്ടോ. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കി മാറ്റുന്നു. ഗ്രന്ഥികോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുന്നത് ഗ്രന്ഥികോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് പിക്ചർ ഓരോ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായിട്ട് ഫാൻ എന്ന് വെച്ചാൽ എന്താണ്? ഫാൻ എന്ന് വെച്ചാൽ എന്താണ്? വാക്യൂൾസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഫാനം എന്ന് വെച്ചാൽ വാക്യൂളാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്തിലാണത് എന്ത് ചെയ്തപ്പെട്ടിരിക്കുന്നത്? സ്ഥലത്തിലാണ് അല്ലേ മൂടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാനം എന്ന് പറയുന്നതിൻ്റെ ധർമ്മം എന്താ നമ്മൾ പറഞ്ഞത്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫാനമാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇതെന്തായിരുന്നു? ഈ ഒരു സംഭവം എന്നൊക്കെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടല്ലേ. ഗോൾഗി കോംപ്ലക്സ് ആയിരുന്നു അല്ലേ. ഇത് ഗോൾഗി കോംപ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞത് രാസാഗ്നി, ഹോർമോണ്, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കി മാറ്റുന്നു. അത് ഗോൾഗി കോംപ്ലക്സ് ആണ് അല്ലേ. ഹോർമോൺസ്, രാസാഗ്നി, ശ്ലേഷ്മരസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറിയ സഞ്ചിയിലാക്കി മാറ്റാണ് ചെയ്യുന്നത് ഗോൾഗി കോംപ്ലക്സ്. അതുപോലെ തന്നെ ഗ്രന്ഥികോശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗോൾഗി കോംപ്ലക്സ് കാണപ്പെടുന്നത് എവിടെയാണ്? ഗ്രന്ഥികോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാരണം രാസാഗ്നികളൊക്കെ കൂടുതലായിട്ടും ഹോർമോൺസൊക്കെ ഗ്രന്ഥികളാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രന്ഥികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ റൈബോസോം നൽകിയിട്ടുണ്ടല്ലേ. റൈബോസോം എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? റൈബോസോം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു? റൈബോസോം ആണോ? അത് റൈബോസോം അല്ല അല്ലേ. അതെന്താണ്? മൈറ്റോകോൺട്രിയാണ്. നമ്മൾ പറഞ്ഞ മൈറ്റോകോൺട്രിയനെ കുറിച്ച് എന്താ പറയുന്നത്? കോശത്തിലെ ഊർജ്ജ നിലയമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയായിട്ട് കൂടുതലായി കാണപ്പെടുന്നത് ഊർജ്ജ നിലയമാണ്. കാരണം അവർക്കാണ് കൂടുതലായിട്ട് ഊർജ്ജം ആവശ്യമുള്ളത്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശദ്രവ്യത്തിനുള്ളിൽ സഞ്ചാരപാതയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ സഞ്ചാരപാതയാണ്. അത് കാരണം പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് അല്ലേ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? ദൃഢതയും ആകൃതിയൊക്കെ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ തീരെ പറയാത്ത എന്താണ്? റൈബോസോമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. റൈബോസോം എന്ന് വെച്ചാൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. റൈബോസോമിനെ കുറിച്ചിട്ട് പറയാതെ റൈബോസോം ഒന്നില്ലാന്നുണ്ടെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നിട്ടാണ് കാണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കായിട്ടും കാണപ്പെടും. ഇത്രയൊക്കെയാണോ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. എന്താണ് വളർച്ചയുടെ പടവുകളിൽ പറയുന്നത് നമുക്ക് നോക്കാം. കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണെന്ന് പറയാം. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണാൻ കഴിയൂ. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകൾ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. പ്രകാശ സ്രോതസ്സാണല്ലേ നമ്മൾ ഇത്ര നേരം വരെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇനി ഈ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോൺ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ന് പറയാം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മഘടകങ്ങളായ കോശാംഗങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ്. ശാസ്ത്രം സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതികവിദ്യ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകമാകുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മൈക്രോസ്കോപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ജീവൻ കുഞ്ഞറകളെ നിരീക്ഷിക്കുവാനായിട്ട് റോബർട്ട് ഹുക്കിനെ സഹായിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് മുതൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ പ്രാപ്തരാക്കിയ നൂതന മൈക്രോസ്കോപ്പുകൾ വരെയുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്ന ഒരു കൗതുകമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കി ഇലക്ട്രോണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ പ്രകാശ സ്രോതസ്സിന് പകരം ആദ്യമൊക്കെ ഇങ്ങനത്തെ മൈക്രോസ്കോപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നോക്കി എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്.
ഇനി എന്താണ് മർമ്മം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മർമ്മം എന്ന് പറയുന്ന ഒരു കോശാംഗത്തെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം മർമ്മത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനായിട്ടാണ്. മർമ്മം എന്ന് വെച്ചാൽ എന്താണ്, കോശത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് അല്ലേ മർമ്മം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മർമ്മം ചെയ്യുന്നതാണ്. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടത്തുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? മർമ്മത്തിലാണ് ക്രൊമാറ്റിൻ ജാലിക കാണപ്പെടുന്നത്. ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീനുകളുള്ളത്. അപ്പോൾ അതാണ് കൂടുതലായിട്ടും ഈ മാംസ്യ തന്മാത്രകളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ മർമ്മം എന്ന് പറയുന്നത് എന്താണ്, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മർമ്മം എന്ന് പറയുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറഞ്ഞു. ഇനി മർമ്മത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കി മർമ്മത്തിൻ്റെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട് അല്ലേ. നോക്കി ഇതിൽ മർമ്മത്തിൽ എന്താണ്, മർമ്മത്തിലെ കേന്ദ്ര ഭാഗമുണ്ട്, അതിനെയാണ് മർമ്മകം എന്ന് പറയുന്നത്. എന്നാണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പറഞ്ഞില്ലേ, മർമ്മം എന്ന് പറയുന്നത് ഈ മാംസ്യ തന്മാത്രകളൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്ന ഈ മർമ്മമാണ് അല്ലേ. അപ്പോൾ മർമ്മത്തിൽ ഏതാണ്, മർമ്മകമാണ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇനി എന്താണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്? മർമ്മരന്ധ്രം എന്ന് പറയുന്നത് ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മർമ്മരന്ധ്രം എന്ന് വെച്ചാൽ ആസ്യരന്ധ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്? നമ്മൾ എന്തിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സസ്യങ്ങളിലെ സുഷിരങ്ങളിലെ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് സസ്യങ്ങളിലെ സുഷിരങ്ങളായിരുന്നു. അതിലൂടെയാണ് പദാർത്ഥ വിനിമയം നടത്തുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മർമ്മസ്തരത്തിലെ സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്? മർമ്മത്തിനുള്ളിലെ ദ്രാവകം എന്ന് വെച്ചാൽ ദ്രാവകമാണ്. അപ്പോൾ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. അതിലാണ് ഈ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയൊക്കെ കാണപ്പെടുന്നത്. ഇനി എന്താണ് മർമ്മസ്തരം എന്ന് പറയുന്നത്? പേരിൽ തന്നെ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെയും പേരിൽ തന്നെ ഉണ്ട്. മർമ്മസ്തരം എന്ന് വെച്ചാൽ മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ്. ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ക്രൊമാറ്റിൻ ജാലിക എന്ന് വെച്ചാൽ ക്രൊമാറ്റിൻ ജാലിക നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ജീനുകൾ കാണപ്പെടുന്നതെന്ന് ക്രൊമാറ്റിൻ ജാലികയിലാണെന്ന് പറഞ്ഞു. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപ്പിടഞ്ഞ് കാണപ്പെടുന്നു. ജീനുകളെ ഉൾക്കൊള്ളുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നമ്മെ മർമ്മത്തെ കുറിച്ചിട്ട്? മർമ്മകം ഒരു മർമ്മം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മർമ്മത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഈ മർമ്മത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? നമുക്ക് മർമ്മം വെച്ച് നോക്കാം. ഈ മർമ്മം എന്ന് പറയുന്നത് ന്യൂക്ലിയസ്, അതായത് മർമ്മം എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് തന്നെയാണ് അല്ലേ. അതായത് കോശത്തിലെ കേന്ദ്രഭാഗം നമ്മളെ നിയന്ത്രിക്കുന്നതിലെ കോശത്തിനെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നിയന്ത്രണ ഭാഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മർമ്മമാണ്. ഈ മർമ്മത്തിൽ നോക്കി ഈ മർമ്മത്തിൻ്റെ സ്ഥരം എന്ന് വെച്ചാൽ ആവരണം എന്നൊക്കെ പറയില്ലേ, ആവരണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് സ്ഥരം എന്ന് വെച്ചാൽ ആ ഒരു വേർഡ് പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും ഓരോ വേർഡുകൾ. ഇപ്പോൾ സ്ഥരം എന്ന് വെച്ചാൽ എന്താണ്, ഈ മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഈ ഇരുപാളികളുടെ സ്ഥലത്തെയാണെന്ന് പറയുന്നത് മർമ്മസ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ മർമ്മത്തിൽ ഇതിൽ തന്നെ കുറേ സുഷിരങ്ങളുണ്ട് അല്ലേ. ഈ മർമ്മസ്ഥലത്തിൽ കുറേ സുഷിരങ്ങളുണ്ട്, അതിനെയാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. അത് പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അങ്ങനെ നമ്മൾ മർമ്മം പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു മർമ്മസ്ഥലം പറഞ്ഞു, മർമ്മരന്ധ്രം പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് മർമ്മദ്രവ്യമാണ്. നോക്കി മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു കോശദ്രവ്യ ഭാഗത്തെയാണ്, മർമ്മത്തിനുള്ളിൽ ദ്രാവക ഭാഗത്തെയാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് എന്തുള്ളത്? മർമ്മകം ഉള്ളത്. അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലിക ഇങ്ങനെ കുറേ പോലെ കാണപ്പെടുന്നില്ല, ഇതിനാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് എന്തുള്ളത്? ജീനുകളുള്ളത്. ഇനി മർമ്മകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന് വെച്ചാൽ ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എന്ത് പറയാനുള്ളത്? മർമ്മത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കിയേ പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും. പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാമല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിലൊക്കെ ഇട്ടിട്ട് ചോദിക്കാം അല്ലേ. എന്താണ് ഇതിൽ ഇല്ലാത്തത്, കൂടുതൽ പെടാത്തത് എന്നൊക്കെ ചോദിക്കാം.
അപ്പോൾ എന്താണ് ബാക്ടീരിയയും സൈനോ ബാക്ടീരിയയും മൈക്കോപ്ലാസ്മ എന്നിവയൊക്കെ എന്താണ് മർമ്മം കാണപ്പെടുന്നില്ല, അവരുടെ ശരീരത്തിൽ നിന്ന് കാണപ്പെടില്ല, മർമ്മം ഉണ്ടായിരിക്കില്ല. അത് കാരണം പ്രോകാരിയോട്ടുകൾ എന്നാണ് പറയുന്നത്. മർമ്മം കാണപ്പെടാത്ത കാരണം പ്രോകാരിയോട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടും. ഇതിനെയാണ് യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെയൊക്കെ കോശങ്ങൾ എന്തുണ്ടായിരിക്കാം? വ്യക്തമായിട്ട് മർമ്മം ഉണ്ടായിരിക്കാം. ഇത്തരം ജീവികളെ യൂകാരിയോട്ടുകൾ എന്ന് പറയാം. യൂകാരിയോട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ്? യൂക്കേരി എന്ന് വെച്ചാൽ എന്താണ്? മർമ്മം ഉണ്ട് അല്ലേ? യൂക്കേരി മർമ്മം. അപ്പം മർമ്മം എന്താണ് പറയുന്നത്? മർമ്മം കാണപ്പെടുന്നതാണെന്ന് യൂക്കാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി പ്രോകാരിയോട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് മർമ്മമൊന്നുമില്ല. ഈ യൂക്കാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത് സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ തന്നെ അമീബയും പറഞ്ഞു. ഇനി പ്രോകാരിയോട്ടുകൾക്ക് എന്താണ് പറഞ്ഞത്? ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയൊക്കെ എന്തിനെ പറഞ്ഞു? പ്രോകാരിയോട്ടുകൾക്ക് എക്സാമ്പിളാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി നോക്കിയേ, ഇനി പറയാൻ പോകുന്നൊരു ഭാഗം നോക്കിയേ, വർണ്ണകാണ് അല്ലേ? പറയാൻ പോകുന്നത് വർണ്ണകാണ്. നമ്മൊരു കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, പഴുക്കുമ്പോൾ ചില സസ്യങ്ങളുടെ ചില ഫലങ്ങളുടെയൊക്കെ നിറം രുചിയൊക്കെ മാറുന്നുള്ളത് അറിയാം. ഓരോ സസ്യത്തിനും ഓരോ ചെടികൾ കാണുന്നുണ്ടെങ്കിലും എന്താ കുറേ വർണ്ണങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ കളർ നൽകുന്നത് ഓരോ വർണ്ണകമായിരിക്കും. കഴിഞ്ഞ 4th സ്റ്റേജ് പ്രിലിംസ് കഴിഞ്ഞ എക്സാമിന് കണ്ടിരുന്നു അല്ലേ? എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? മഞ്ഞ കളർ നൽകുന്നത് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജീവസ്തരങ്ങൾ എന്ന് പറയുന്നത്. കോശത്തിന് ഒരു സ്തരാവരണമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കോശസ്തരം എന്ന് പറയുന്നത് കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കേണ്ടത്. കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്തരാവരണമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മർമ്മസ്തരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങൾ തമ്മിലും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥവിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥവിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം വിടുന്നതിനാണ് ഈ സ്ഥലങ്ങൾ എന്ന് പറയും വർണ്ണധാര്യ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻസ് എന്ന് പറയും. അതാണ് നമ്മൾ പറഞ്ഞത്. ഏതിനെയാണ് പറഞ്ഞത്? വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ജീവസ്ഥലങ്ങളെയാണ് വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. കാരണം ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് കടത്തിവിടുന്നത്. അത് കാരണം വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്ര നേരം വരെ കോശാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ നമുക്ക് പറയാനുള്ളൊരു മെയിൻ പോയിൻ്റാണ് ജൈവകണങ്ങൾ, പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. അത് സസ്യകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നുള്ളൂ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് ജൈവകണങ്ങളാണ്. ഇവ 3 തരമാണുള്ളത്. വർണ്ണകണം, അതുപോലെ തന്നെ വർണ്ണം എന്ന് വെച്ചാൽ പേരിലുണ്ടല്ലേ വർണ്ണകണം. ഹരിതം എന്ന് വെച്ചാൽ പച്ചകണം, ഹരിതകണം. വർണ്ണകണം എന്ന് വെച്ചാൽ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം ലൂക്കോപ്ലാസ്റ്റ് എന്നിവയാണ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹരിതകത്തിലാണ് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിലാണ്. വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലകങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. അപ്പോൾ നിറം നൽകുന്നതാണ് വർണ്ണകണങ്ങളായിരിക്കും വർണ്ണങ്ങൾ നൽകുന്നത്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോഫിൽ മഞ്ഞ നിറം, കെരോട്ടിൻ മഞ്ഞ കളർന്ന ഓറഞ്ച് നിറം, ആന്തോസിയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ എന്നിവയൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ്? സാന്തോഫിൽ മഞ്ഞ നിറം, കെരോട്ടിൻ മഞ്ഞ കളർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ എന്നിവ. ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേകം നിറമില്ലാത്ത ജീവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുമ്പോൾ അവിടെ പ്രത്യേക കളർ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിനെയാണ് ശ്വേതകണങ്ങൾ. ആ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് അവിടെയാണ് കാണപ്പെടുന്നത്. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്തായിട്ട് മാറും? വർണ്ണകണമായിട്ട് മാറില്ലേ? പച്ച എന്നുള്ളത് എന്തായിട്ട് മാറും? ചുവപ്പ്, ഓറഞ്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. അന്നജം എന്തായിട്ട് മാറും? പഞ്ചസാരയായിട്ട് മാറും. ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചി മാറ്റത്തിനും പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിറം മാറുന്നതിന് കാരണം എന്താണ്? ഇപ്പോൾ ഒരു പച്ച കളറാണെന്നുണ്ടെങ്കിൽ അതിന് നിറം മാറുന്നതിന് കാരണം വർണ്ണകണമായിരിക്കില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ഹരിതകണങ്ങൾ പിന്നീട് എന്തായി മാറും? വർണ്ണകണങ്ങളായിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ ടേസ്റ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നജത്തിലായിരിക്കും ഇത് സംഭരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക. എന്നാൽ അന്നജം എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? പഞ്ചസാരയായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് വർണ്ണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ജീവകണങ്ങൾ എന്ന് പറയുന്നതിനാലേ ജീവകണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കളറാണുള്ളത്, 3 തരത്തിലാണുള്ളത്. വർണ്ണകണങ്ങൾ, അതുപോലെ തന്നെ ഹരിതകണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ശ്വേതകണം പറഞ്ഞു. ശ്വേതകണം അല്ലെങ്കിൽ
ട്രോഫോബ്ലാസ്റ്റിലെ ശ്വേതകണം എന്ന് വെച്ചാൽ എന്താണ് വെള്ളയാണ്, അതായത് അവിടെ കളറൊന്നുമില്ല. വർണ്ണകണങ്ങൾ എന്ന് വെച്ചാൽ കുറേ കളർ നൽകുന്നുണ്ട്. മഞ്ഞയാണെന്നുണ്ടെങ്കിൽ സെനോഫിലാണ്, അഡോസിയൻ ചുവപ്പാണ്. ഇനി കരോട്ടിൻ എന്ന് പറയുന്നത് ഓറഞ്ച് കളറിന് ചുവപ്പ് കളറൊക്കെയാണ് നൽകുന്നത്. ഓറഞ്ച് കളറിന് മഞ്ഞ കളറാണ് നൽകുന്നത്. അതുപോലെ തന്നെ മഞ്ഞ കളറിന് ഓറഞ്ച് നിറം അങ്ങനെയൊക്കെയാണ് നൽകുന്നത്. പിന്നെന്താ പറഞ്ഞത്, നമ്മൾ ഹരിതകണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഹരിതകണത്തിലാണ് കൂടുതലായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. സസ്യകോശത്തിൽ വിവിധ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശാംഗങ്ങളെ കുറിച്ച് മനസ്സിലായി. സസ്യകോശത്തിലുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ജന്തുകോശത്തിൽ അതിനും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ജന്തുകോശത്തിൽ ഇതാണ് കോശസ്തരം ഉണ്ട്, ശരിയാണല്ലേ? കോശസ്തരം സസ്യകോശങ്ങളിലുണ്ട്. മർമ്മം എന്ന് പറയുന്നത് കോശസ്തരം എന്തിലുണ്ട്? സസ്യ കോശങ്ങളിലുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, പിന്നെന്തൊക്കെയാണ്? റൈബോസോം കോശദ്രവ്യം മൈറ്റോകോൺട്രിയയുണ്ട്. ലൈസോസോമും സെൻട്രോസോമും എന്തിലില്ല? സസ്യ ശരീരത്തിലില്ല. അപ്പോൾ എന്താണ്? ജന്തു ശരീരത്തിലുള്ളത് മാത്രം ഏതാണ്? ലൈസോസോമും സെൻട്രോസോമാണ്. ലൈസോസോമും അതുപോലെ തന്നെ എന്താണ്? സെൻട്രോസോമാണ് എന്തിൽ കാണപ്പെടുന്നത്? ജന്തുകോശത്തിലായിട്ട് കാണപ്പെടുന്നത്. എന്താണ് സെൻട്രോസോം എന്ന് വെച്ചാൽ എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അപ്പോൾ കോശവിഭജനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോശവിഭജനം എന്ന് പറയുന്ന പ്രോസസ്സിൽ സെൻട്രിയോളുകൾ ആവശ്യമുണ്ട് കേട്ടോ. ഈ സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. ഈ സെൻട്രോസോം എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ലൈസോസോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ലൈസോസോം എന്ന് പറയുന്നത്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുവാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു. ജന്തുകോശത്തിലാണ് ലൈസോസോം കാണപ്പെടുന്നത്. എന്തിനാണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ദഹനരസങ്ങളാണ് ലൈസോസോമിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നോക്കി, സസ്യകോശത്തെയും ജന്തുകോശവും താരതമ്യം ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമുക്ക് എല്ലാതുണ്ട്, പക്ഷേ ലൈസോസോമും സെൻട്രോസോമും എന്തിലില്ല? സസ്യകോശങ്ങളിലില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയൊക്കെയാണോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഇത്രയൊക്കെയാണ് പറയുന്നത്. നോക്കി, ഈ ചാപ്റ്ററിലെ പ്രവർത്തനങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ടല്ലേ? ABCD ഇതൊക്കെ എന്താ ചോദിച്ചിട്ടുണ്ട്. അത് ചിത്രം നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ഓരോന്നും എന്തിനാണ് ധർമ്മം എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ നോക്കിയേ, ഇവിടെയും അതുപോലെ തന്നെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടല്ലേ? മൈറ്റോകോൺട്രിയ, മർമ്മം, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം.